ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് CBSE 10th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്ററാണ്. അതിനകത്ത് 3.4 എക്സസൈസാണ്. കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് എലിമിനേഷൻ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കേണ്ടത്. So first second question, 3x plus 4y equal to 10 and 2x minus 2y equal to 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഫസ്റ്റ് എലിമിനേഷൻ മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സോ 3x plus 4y equal to 10 എന്നതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കുക. ഇനി 2x മൈനസ് 2y ഈക്വൽ ടു 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഇക്വേഷനായിട്ട് നമ്മളിവിടെ എടുത്തു. ഇനി നമ്മളിതിനെ എലിമിനേഷൻ ചെയ്യാൻ നേരത്ത് നമ്മൾക്ക് ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ വൈയുടെ കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആയിരിക്കണം. ഒരു സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടത് ഏതാണ്? ഇതിൻ്റെ സയൻസ് ആണ് അല്ലേ. ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. ബട്ട് വി ഹാവ് ടു കൺസിഡർ ദ കോഎഫിഷ്യൻറ്റ് ഓഫ് വൈ. ഹിയർ ഇറ്റ് ഈസ് both are different numbers are there, so we have to convert it into the same number. Okay, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ദ ഇക്വേഷൻ 2/2. നമുക്ക് ഈ 2 ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ. എല്ലാത്തിനും ഇതിനെ എല്ലാത്തിനെയും 2 കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായോ? ഇനി അപ്പോൾ അത് നമ്മൾക്ക് കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ്? 2 into 2x minus 2y ഈക്വൽ ടു 2 into 2. ഇത് ഏത് ഇക്വേഷനാണ്? ഈ ഇക്വേഷൻ അല്ലേ. 2 എന്നുള്ള സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ എടുത്തിട്ട് എല്ലാത്തിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നോക്കി, 2 into 2 4x, then 2 into 2y, that is 4y. But we have to consider the sign in front of this term. Understood? So അവിടെ എന്താ വരിക? മൈനസ് 4y എന്ന് വരും. ദെൻ 2 2s are 4. സോ നമ്മൾ ഇതിനെ എന്തായിട്ട് എടുക്കണം? ഇക്വേഷൻ 3 ആയിട്ട് എടുക്കുക. ഇത്രയും മനസ്സിലായല്ലോ അല്ലേ. ഇനി വന്നിട്ട് എന്താണ്? ആഡ് ഇക്വേഷൻ 3 and 1. നമുക്ക് തേർഡ് ഇക്വേഷൻ ഉണ്ട്. ദെൻ സി ദിസ് ഇസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. സോ നമുക്കത് എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ റീസൺ? നമ്മളിപ്പോൾ മൂന്നാമതൊരു ഇക്വേഷൻ കണ്ടെത്തിയത് എങ്ങനെയാണ്? കണ്ടോ? മൈനസ് 4y. ഫസ്റ്റ് ഇക്വേഷനിൽ എന്താണ്? പ്ലസ് 4y ആണ്. സോ വൈയുടെ കോഫിഷ്യൻ്റ് രണ്ടും ഈക്വലായിട്ട് വന്നതുകൊണ്ട്, പിന്നെ മാത്രമല്ല ഈ സൈനും ഡിഫറെൻ്റ് ആണ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ്. സോ ഈസി ആയിട്ട് നമുക്കതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്താൽ മതി അല്ലേ. 4ഉം 10ഉം കൂടെ 14 കിട്ടി ഇവിടെ. ദെൻ ഇത് ക്യാൻസൽ, എലിമിനേറ്റ് ചെയ്ത് പോയി. ഇത് രണ്ടും കൂടി എന്താ ചെയ്യുമ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 7x കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ചെയ്തു? നമ്മളിവിടെ ഒരു ഇക്വേഷൻ ഫോം ചെയ്തെടുത്തു തേർഡ്. ദെൻ ഫസ്റ്റ് ഈക്വേഷനും ഇത് തമ്മിൽ ആഡ് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല, ഇവിടെ വൈയുടെ കോഫിഷ്യൻ നമ്മൾ സെയിം ആക്കി എടുത്തു. പിന്നെ മാത്രമല്ല വൈയുടെ ആ ഒരു മുമ്പിൽ കിടക്കുന്ന സൈനുകൾ ഡിഫറെൻ്റ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ക്യാൻസൽ ചെയ്യാം. സപ്പോസ് പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? മൈനസ് ചെയ്യുമല്ലോ ഇത് തമ്മിൽ. അപ്പോൾ 0 ആണല്ലോ. അപ്പോൾ അവിടെ പിന്നെ വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? 7x ഇസ് ഈക്വൽ ടു 14 കിട്ടി. സോ എക്സ് ഇസ് ഈക്വൽ ടു ഈ 14 എടുത്തെഴുതുക. ഇത് 7x മീൻസ് വാട്ട്? 7 into x എന്നാണ്. സോ ആ 7 ഇതിൻ്റെ താഴെ കൊണ്ടുവരിക. സോ 7 ഇതിൽ എത്ര ടൈംസ് പോയി? 7 2s are 14. Clear? So we will get the answer. So we got the answer. Therefore x is equal to 2. Understood? Then see. So the first only first part. ആ ഒരു പാർട്ട് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എക്സിന് നമ്മൾക്ക് ഒരു വാല്യൂ ലഭിച്ചു. ആ വാല്യൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ 1 ഏതായിരുന്നു? 3x plus 4y equal to 10 ആയിരുന്നു. ക്ലിയർ? So see, let us put this value here. 3x means 3 into x. So 3 into 2. Instead of x ഇവിടെ എന്ത് കൊടുക്കുക? എക്സിന് പകരം 2 കൊടുക്കുക. പ്ലസ് 4y ഈക്വൽ ടു 10. ഇനി നോക്കിയേ, 3 into x എത്ര? 3 into 2 എത്ര കിട്ടി? 6 പ്ലസ് 4y ഈക്വൽ ടു 10. ദെൻ വാരിയബിൾ ഉള്ള ആ ഒരു പാർട്ട് മാത്രം നമ്മൾക്ക് ഇങ്ങോട്ട് എടുക്കുക. 4y ഈക്വൽ ടു 10
ഒരിക്കലും നിങ്ങൾ 4y ഈക്വൽ ടു ആദ്യം കൊണ്ടുവന്ന് ഈ 6ന് ഇടരുത്. നമ്മുടെ റൂള് പ്രകാരം ഫസ്റ്റ് ഈ 10 തന്നെ കൊടുക്കുക. ദെൻ ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായി? -6 ആയിട്ട് മാറി. സോ 4y ഈക്വൽ ടു 4. ദെൻ y ഈക്വൽ ടു ഈ 4 എഴുതി. ഇവിടെ 4 ഇൻറ്റു y ആയതുകൊണ്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡിവിഷൻ മോഡൽ വരും. സോ 4 എത്ര ടൈംസ് പോയി? 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈയുടെ വാല്യൂവും കിട്ടി. അപ്പോൾ x is equal to 2ഉം പിന്നെ എന്താ y ഈക്വൽ ടു 1ഉം കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണ്? എലിമിനേഷൻ മെത്തേഡും സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡും യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തു പോയത് ഏതാണ്? എലിമിനേഷൻ മെത്തേഡ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഒന്നുകൂടി ഈ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. Okay, then let us do our substitution method. Okay, anyway നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും എക്സിനും വൈക്കും സെയിം വാല്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ എലിമിനേഷനിൽ എക്സിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടി, വൈയുടെ വാല്യൂ 1 കിട്ടി. അത് തന്നെയായിരിക്കാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് ചെയ്യുമ്പോഴും അത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താ ഇവിടെ വന്നിരിക്കുകയെന്ന് നോക്കിയേ. 3x plus 4y equal to 10. അതാണ് നമ്മുടെ ഫസ്റ്റ് ഈക്വേഷൻ. അടുത്തത് ഏതാണ്? 2x minus 2y equal to 2. ദിസ് ഈസ് അവർ സെക്കൻഡ് ഈക്വേഷൻ. സോ നമുക്കിവിടെ ഫസ്റ്റ് ഈക്വേഷനിൽ നിന്ന് എടുക്കാം അല്ലേ. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എക്സിന് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈക്വേഷൻ ഞാൻ അവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. 3x plus 4y equal to 10 എന്നുള്ളത് ഇവിടെ കൊടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3x എക്സിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ആദ്യം ഒരു വാല്യൂ കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ക്ലിയർ? അപ്പോൾ 3x ഈസ് ഈക്വൽ ടു ഈ 10 എടുത്തെഴുതി. ഇതിനെ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എന്തായി? ട്രാൻസ്പോസ് ചെയ്തപ്പോൾ -4y ആയി. ദെൻ 3 ഇൻറ്റു എക്സ്. സോ വാരിയബിൾ മാത്രം നമുക്ക് എടുക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 10 minus 4y. ഇതെന്ത് വന്നു? ഡിവൈഡഡ് ബൈ 3. സോ ദിസ് ഈസ് അവർ തേർഡ് ഈക്വേഷൻ. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഈ 2 ഈക്വേഷൻ എടുത്തിട്ട് അതിന് നമുക്ക് എക്സിനൊരു വാല്യൂ കണ്ടെത്തി നമ്മൾ ക്ലിയർ ആയിട്ട് അത് ചെയ്തു വെച്ചു. അതാണ് നമ്മുടെ തേർഡ് ഈക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ എക്സിൻ്റെ വാല്യൂ കൊണ്ടുപോയിട്ട് നമുക്ക് ഇക്വേഷൻ 2ലേക്ക് ഇടാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പുട്ട് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ 2 എന്ന്. സോ നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടെ എടുത്തെഴുതാം അല്ലേ. ഏത് ഇക്വേഷനാണ്? ഈ ഇക്വേഷൻ 2x minus 2y equal to 2. അപ്പോൾ 2x minus 2y equal to 2 അതെഴുതി. അതിന് ശേഷം എന്ത് ചെയ്യുക? 2 ഇവിടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾക്ക് ഇതിനെ ഒന്നും കൂടി ചെറുതാക്കാം അല്ലേ. അതായത് 2 എടുക്കാം നമുക്ക്. 2 ഇതിൽ രണ്ടിലും കോമൺ ആയതുകൊണ്ട് 2 പുറത്തെടുത്തിട്ട് x minus y എന്ന് നമുക്ക് ഇടാം. കണ്ടോ? അപ്പോൾ ഇത് 2 ഇൻറ്റു എക്സ് എന്ത് വരും? 2x. 2 ഇൻറ്റു -y എന്താണ്? 2y. സോ ഈക്വൽ ടു 2. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഇതിനൊരു അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനും നമ്മുടെ പ്രോബ്ലം ഒന്ന് ഈസി ആക്കി എടുക്കാനും വേണ്ടിയിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ x minus y ഇത് വാരിയബിൾ പാർട്ട് മാത്രം ഇവിടെ കൊടുക്കുക. ഈക്വൽ ടു ഈ 2 എഴുതി. ഈ 2 എവിടെ പോയി? ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അവിടെ ഇൻറ്റു ആയതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഡിവിഷനായി. ക്ലിയർ ആയാലോ അല്ലേ? ഇത് ഇൻറ്റു ആണ്. 2 ഇൻറ്റു x minus y എന്നാണ് പറയുക. സോ x minus y ഈക്വൽ ടു ഈ 2ന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഉണ്ടോ. ദെൻ ബൈ ഇടുക. ഈ 2 വന്ന് എവിടെ വരും? ഡിവിഷൻ വരും. 2ൽ എത്ര ടൈംസ് ആണ്? 1 ടൈം. സോ x minus y is equal to 1. മനസ്സിലായല്ലോ അത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് കൊടുക്കാവുന്ന എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ്. ഏത് ഇക്വേഷനിലേക്ക്? ഇതിനകത്തേക്ക്. നമുക്ക് എക്സിന് ഒരു വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചില്ലേ. ഇവിടെ കണ്ടെത്തി വെച്ചു അല്ലേ. 10 minus 4y by 3 എന്ന്. അപ്പോൾ ആ ഒരു ഇതിന് ഈ x minus y equal to 1 നമുക്കിപ്പോൾ കിട്ടി. അവിടെ നമ്മൾക്ക് കൊണ്ടുപോയിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 10 minus 4y by 3. എവിടെ നിന്നാണ് കിട്ടിയത്? എവിടെ നിന്ന് കിട്ടി? 10 minus 4y by 3. അപ്പോൾ അതവിടെ എഴുതി വെച്ചു. ദെൻ മൈനസ് y ഈക്വൽ ടു 1. ഇനി നമ്മൾ നോക്കിയേ x 10 minus 4y by 3 minus y എന്നാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു പ്രോബ്ലം നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല?
വെറുതെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും എന്താ കൺസിഡർ ചെയ്യേണ്ടത്? ഇവിടെ നമ്മളിവിടെ LCM കാണണം അല്ലേ? സോ ഇവിടെ എന്താണ് ആക്ച്വലി വരേണ്ടത്? 10 കാണിച്ചു തരാം കേട്ടോ. 10 മൈനസ് 4y ബൈ 3 മൈനസ് y എന്നാണ് വന്നിരിക്കുന്നത്. മൈനസ് y. അപ്പോൾ നമുക്കിവിടെ ഈ y വെറുതെ വന്ന അതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ നമ്മളിതിനെ LCM, അതായത് ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, 2/3 ഇപ്പോൾ മൈനസ് ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് എടുക്കാം അല്ലേ? ഇപ്പോൾ 1/5 എന്നെടുക്കാം. നമുക്കിതിന് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്? ഇതിൻ്റെ LCM, ഡിനോമിനേറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഈക്വലൈസ് ചെയ്യണം. ഇപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിത് നോക്കിയാൽ മതി. 3 × 5 എത്രയാണ്? 15 കിട്ടും. സോ ഇവിടെ എന്ത് കൊടുക്കുക? ഇൻറ്റു 5. അതേപോലെ തന്നെ ഇവിടെയും ഇൻറ്റു 5. സോ അതുപോലെ തന്നെ ഈ 5 15 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇൻറ്റു 3. അതേ ഇൻറ്റു 3 കൊണ്ട് ഇവിടെയും ചെയ്യുക അല്ലേ? അപ്പോൾ 2 5s are 10/15 മൈനസ് 3/15. കണ്ടോ? ഇതാകുമ്പോൾ നമുക്കിനി ഈസി ആയിട്ട് ചെയ്തുകൂടെ? 10 - 3 രണ്ടിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ ഈക്വലൈസ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 7/15 കിട്ടി നമ്മുടെ ആൻസർ. ക്ലിയർ? സോ അതുപോലെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. 10 - 4y/3 മൈനസ് y. സോ നമ്മൾക്ക് എന്ത് കൊടുക്കുക? അതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇതിൻ്റെ LCM എങ്ങനെ നോക്കിയാലും 3 അല്ലേ വരുള്ളൂ. അപ്പോൾ ഇൻറ്റു 3 ഇവിടെയും കൊടുക്കുക, ഇൻറ്റു 3 അവിടെയും കൊടുക്കുക. ക്ലിയർ? ഇനി നോക്കിയേ, 10 - 4y/3 മൈനസ് y ഇൻറ്റു 3, 3y/3 ഈക്വൽ ടു 1. ഇപ്പം നോക്ക്, ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പോൾ നമ്മൾക്ക് ഒറ്റയടിക്ക് ഇനി അതിനെ എഴുതിയാൽ മതി. 10 - 4y മൈനസ് 3y/3 ഈക്വൽ ടു 1. ക്ലിയർ? ഓക്കെ, ദെൻ സി ഹിയർ ഇറ്റ് ഈസ് ലൈക്ക് ടേംസ് അല്ലേ? 4yയും 3yയും ആണ്. അതിൻ്റെ മുന്നിൽ ആരാ ഉള്ളത്? നെഗറ്റീവ് സൈൻ ഉണ്ട് കേട്ടോ. അപ്പം നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. സോ 10 മൈനസ് ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? കൂട്ടിയപ്പോൾ 7y. എന്നിട്ട് രണ്ടിലും മൈനസ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ മുന്നിലും മൈനസ് തന്നെ കൊടുക്കുക. /3 ഈക്വൽ ടു 1. ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 കൊണ്ടിട്ട് ഇതിനെ ക്രോസ് ചെയ്യുക അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ 10 - 7y ഈക്വൽ ടു 1 × 3 3. സി ഇവിടെ വന്നപ്പോൾ ഈ വാരിയബിൾ പാർട്ട് മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ -7y ഈക്വൽ ടു ഈ 3. ഇതിനെ ഇപ്പറേക്ക് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എന്തായിട്ട് മാറി? -10 ആയിട്ട് മാറി. സോ -7y ഈക്വൽ ടു -7 കിട്ടി. y ഈക്വൽ ടു ഫസ്റ്റ് ഇത് കൊടുക്കുക കേട്ടോ. -7 ഇത് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഡിവിഷനാണ്. സോ വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ 1. ക്ലിയർ ആയില്ലേ? നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്തപ്പോഴും എന്ത് തന്നെ കിട്ടിയത്? 1 തന്നെയല്ലേ കിട്ടിയത്? സോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പുട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഇക്വേഷൻ 3. നോക്ക്, x is equal to 10 - 4y/3. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നോക്കൂ, വൈയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? കണ്ടോ? 10 - 4 × 1/3 ആക്കി. ക്ലിയർ ആയല്ലോ? വൈക്ക് വാല്യൂ നമ്മളിപ്പോൾ കണ്ടെത്തി ആ 1 കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കിട്ടി. ഇനി x is equal to 10 - 1 × 4 എന്ത് കിട്ടുന്നത്? -4 അല്ലേ? നെഗറ്റീവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഇത് കിട്ടി. ഇനി നോക്കുക, 6. x is equal to ഇതിൽ നിന്ന് റെഡ്യൂസ് ചെയ്തപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? 6/3. ദെൻ ഇത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 ടൈംസ്. നോക്ക്, എലിമിനേഷൻ മെത്തേഡ് കിട്ടിയതുപോലെ ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 2 കിട്ടി. വൈയുടെ വാല്യൂ 1 കിട്ടി. കണ്ടോ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനും എലിമിനേഷൻ മെത്തേഡും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.